കോതമംഗലം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കോൺക്രീറ്റ് ഭാഗം അടർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മാതിരപ്പള്ളി സ്വദേശി മാത്യൂസ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുകയായിരുന്ന ബസ് വെട്ടിച്ചു മാറ്റിയതിനാൽ യാത്രക്കാരുടെ ദേഹത്ത് അവശിഷ്ടങ്ങൾ വീണില്ല. സൈഡ് ഗ്ലാസ് തകരുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് ഇത്. ഇതിനു മുമ്പും കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണിട്ടുണ്ട്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുകയും പിന്നീട് ആവശ്യമായി വന്നാൽ കെട്ടിടം പൊളിച്ചു നീക്കാനുമാണ് മുനിസിപ്പൽ അധികൃതരുടെ തീരുമാനം. കോതമംഗലം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ ഭാഗത്തു നിന്നുമാണ് വലിയൊരു കോൺക്രീറ്റ് പാളി റോഡിലേക്ക് അടർന്നു വീണത്. കെട്ടിടത്തിൽ തന്നെ തട്ടിച്ചിതറിയാണ് അവശിഷ്ടങ്ങൾ താഴേക്ക് വീണത്. കുട ചൂടി നടന്നു പോവുകയായിരുന്ന മാതിരപ്പള്ളി കൊരട്ടിക്കുന്നേൽ മാത്യൂസിനാണ് അവശിഷ്ടം വീണ് പരിക്കേറ്റത്. കുട തകർത്ത ശേഷമാണ് കോൺക്രീറ്റ് മാത്യൂസിന്റെ തലയിൽ പതിച്ചത്. അതിനാലാണ് മാത്യൂസിന് ജീവൻ തിരിച്ചു കിട്ടിയത്. മാർ ബെസീലിയസ് ആശുപത്രിയിൽ ചികിത്സ തേടിയ മാത്യൂസിന്റെ തലയിൽ 7 തുന്നിക്കെട്ടുകളുണ്ട്. തയ്യൽ തൊഴിലാളിയായ മാത്യൂസ് ബസ്സിൽ നിന്നും ഇറങ്ങി സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. കോൺക്രീറ്റ് പാളി വീഴുമ്പോൾ പൂപ്പാറയ്ക്കുള്ള ജയൻ ബസ് കടന്നു പോകുന്നുണ്ടായിരുന്നു. ബസിന്റെ മുൻഭാഗത്തെ സൈഡ് ഗ്ലാസ് അവശിഷ്ടം വീണ് തകർന്നു. ഡോറിന്റെ ഭാഗത്തും അവശിഷ്ടം വീണിരുന്നു. റോഡിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് കോൺക്രീറ്റ് പാളി നിലംപൊത്തിയത്. പലരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ബലക്ഷയം സംഭവിച്ച് തകർച്ച തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇതിനു മുമ്പും കോൺക്രീറ്റ് പാളികൾ നിലംപൊത്തിയിട്ടുണ്ട്. അടർന്നു വീഴാവുന്ന അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ഇനിയുമുണ്ട്. സംഭവത്തെ തുടർന്ന് മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അടിയന്തരമായി വേണ്ട അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്താനാണ് തീരുമാനം. പിന്നീട് ആവശ്യമെന്ന് കണ്ടാൽ പൊളിച്ചു നീക്കി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.